ഏവർക്കും നമസ്കാരം. 2025 ഏപ്രിൽ മാസം 14 തിങ്കളാഴ്ച പുലർച്ചെ 3:21 ചോതി നക്ഷത്രത്തിൽ മേട വിഷുസംക്രമം നടക്കുന്നു. വിഷുദിനമായി ആഘോഷിക്കുന്ന മേടം 1 മുതൽ മീനം വരെയും നീളുന്ന ഒരു വർഷത്തെ വിഷുഫലങ്ങളാണ് ഈ പരമ്പരയിൽ നാം പങ്കുവയ്ക്കുന്നത്. വിഷു മുതൽ വിഷു വരെ നീളുന്ന ഈ ഒരു വിഷുവർഷക്കാലത്തെ വിഷുഫലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി അത് എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് എന്ന് പറയേണ്ടത് ഈ ചാനലിൻ്റെ വിശ്വാസ്യതയ്ക്കും മാന്യപ്രേക്ഷകരുടെ അറിവിലേക്കും നിർബന്ധമാകുന്നു. നവഗ്രഹങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എങ്കിലും സർവേശ്വരകാരകനായ വ്യാഴം, ന്യായാധിപൻ്റെ സ്ഥാനം വഹിക്കുന്ന ശനീശ്വരൻ എന്നിവരാണ് ഏറ്റവും ദീർഘകാലം സ്വാധീനം ചെലുത്തുന്നത് എന്നത് തർക്കമറ്റ വസ്തുത ആകുന്നു. കൂടാതെ ഈ വർഷത്തിൽ വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ രാശി മാറുന്നും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രബലരായ ഗ്രഹങ്ങളെയാണ് പ്രധാനമായും വിഷുഫലങ്ങൾ പ്രവചിക്കുന്നതിൽ ആധാരം ആക്കുന്നത്. അപ്പോൾ കുംഭക്കൂറുകാരുടെ ഈ വർഷത്തെ വിഷുഫലം എന്തെല്ലാമാണ് എന്ന് നമുക്ക് വിശകലനം ചെയ്യാം. അവിട്ടം 2-ാം പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. കുംഭക്കൂറുകാർക്ക് നിലവിൽ വളരെ കഷ്ടതകളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു കാലമാകുന്നു. പ്രബലരായ 4 ഗ്രഹങ്ങളാണ് ഈ കൂറുകാരുടെ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് എന്നതാണ് ഈ പ്രതികൂലാവസ്ഥയ്ക്ക് കാരണമായി ഭവിക്കുന്നത്. ശനി, വ്യാഴം, രാഹു, കേതു എന്നീ 4 ഗ്രഹങ്ങളും നിലവിൽ ഇവർക്ക് വളരെ ദോഷപ്രദരായി ഭവിക്കുന്നു. ശനി കഴിഞ്ഞ 2.5 വർഷമായി ഈ കൂറുകാരുടെ ജന്മത്തിൽ അഥവാ 1-ാം ഭാവത്തിൽ സഞ്ചരിച്ച് വരികയായിരുന്നു. ജന്മശനി എന്നത് വളരെ ദോഷഫലങ്ങൾ നിറഞ്ഞ ഒരു കാലമാണ്. ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശനി എന്നത് 7.5 ശനിക്കാലത്തിൽ ഏറ്റവും കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം ആകുന്നു. ശരീരസുഖം, ആരോഗ്യം, ഓജസ്, യശസ് എന്നിവയെ എല്ലാം ചിന്തിക്കുന്ന ഭാവമാണ് 1-ാം ഭാവം. അതുകൊണ്ട് തന്നെ ശാരീരികമായ ക്ലേശങ്ങൾ, അനാരോഗ്യം, രോഗം, മാനസികമായ സംഘർഷങ്ങൾ, ഏകാന്തത, അകാരണമായ ഭയം, പരാജയം, വിശ്വാസവഞ്ചന എന്നിവയെ എല്ലാം നേരിടാവുന്ന കാലമാണ് ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലം. ശനി ഈ മാസം 29-ാം തീയതി ജന്മത്തിൽ നിന്നും മാറുന്നു എന്നത് ഈ കൂറുകാർക്ക് വളരെ വലിയ ഒരു ആശ്വാസം തന്നെയാണ്. ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിലേക്കാണ് ശനി പ്രവേശിക്കുക. 2-ൽ കൂടി സഞ്ചരിക്കുന്ന ശനിയും പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു എങ്കിലും ജന്മശനിയെ അപേക്ഷിച്ച് 2-ലെ ശനിയുടെ കാഠിന്യം വളരെ കുറയുന്നുവെന്ന് അറിയുക. 2-ാം ഭാവം എന്നത് ധനസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 2-ൽ കൂടി സഞ്ചരിക്കുന്ന ശനി അമിതമായ ചെലവുകൾ, പാഴ്ചെലവുകൾ, തന്മൂലം സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനക്ലേശം എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. ശനി ധനസ്ഥാനത്ത് കൂടി സഞ്ചരിക്കുന്ന ഈ കാലയളവിൽ വലിയ തോതിൽ ധനം നിക്ഷേപിച്ചുള്ള സംരംഭങ്ങൾക്കും മുതിരാതെ ഇരിക്കുന്നതാണ് ബുദ്ധി. കൂടാതെ ഈ സമയം ധനവിനിയോഗങ്ങളിൽ നല്ല നിഷ്ഠ പാലിക്കേണ്ടത് അനിവാര്യവും ആകുന്നു. 2-ാം ഭാവം എന്നത് വാക്സ്ഥാനത്തെയും കുറിക്കുന്നു എന്നതിനാൽ ഈ സമയം വാക്കുകൾ വളച്ചൊടിച്ച് അത് സ്വയം വിനയാകുന്ന പല സാഹചര്യങ്ങളും ഉടലെടുക്കാം എന്നതിനാൽ നല്ല സംയമനം വാക്കുകളിൽ ഇക്കാലയളവിൽ ഇവർ പുലർത്തുക. ശനിയുടെ രാശിമാറ്റം ദുരിതങ്ങളുടെ കാഠിന്യം കുറയ്ക്കുകയും തന്മൂലം ഈ കൂറുകാർക്ക് ആശ്വാസങ്ങളെ നൽകുകയും ചെയ്യുന്നു എങ്കിൽ സർവീശ്വരകാരകനായ വ്യാഴം മെയ് മാസം 14-ാം തീയതി ഇവരുടെ അനിഷ്ടഭാവമായ 4-ാം ഭാവത്തിൽ നിന്നും വളരെ ഇഷ്ടഭാവമായ 5-ലേക്ക് പ്രവേശിക്കുകയാണ്. 5-ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ 5-ാം ഭാവം എന്നത് ബുദ്ധിശക്തി, ഓർമ്മശക്തി, പൂർവ്വപുണ്യം, വാതുവെപ്പ്, ഭാഗ്യക്കുറി എന്നിവയെ എല്ലാം കുറിക്കുന്നു. 5-ാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം ആകയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകുന്നു. പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വളരെ നേട്ടങ്ങൾ, സന്തോഷിക്കുവാനുള്ള വകകൾ എന്നിവയെ എല്ലാം നൽകുന്നു. സന്താനങ്ങൾ ഇല്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താനഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകും. സന്താനങ്ങളുടെ പഠനം ഈ സമയം ഏറ്റവും മികവുറ്റതാകും. ബുദ്ധിപരമായി ഏറെ ഉയർച്ച, മികച്ച പ്രകടനങ്ങൾ എന്നിവ ഇവർ കാഴ്ചവെക്കും. സന്താനങ്ങൾക്ക് നല്ല തൊഴിലവസരങ്ങൾ, വിവാഹാലോചനകൾ എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും. കർമ്മമേഖലയിലും ഈ സമയത്ത് വളരെ പുരോഗതി കൈവരിക്കുന്നതാണ്. കുടുംബത്തിൽ വളരെയധികം ഐക്യം, ക്ഷേമം, ഐശ്വര്യം, സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ഇക്കാലത്ത് ഉണ്ടാകും. ബുദ്ധി, ജ്ഞാനം എന്നിവ ഏറ്റവും ഉജ്ജ്വലമായി ഉയർന്നിരിക്കുന്ന സമയമാണ് ഇത്. അപ്രതീക്ഷിതമായി അംഗീകാരം, ബഹുമതികൾ എന്നിവയെല്ലാം ഇക്കാലത്ത് ഉണ്ടാകും. 5-ാം ഭാവം എന്നത് പൂർവ്വപുണ്യസ്ഥാനത്തെ കുറിക്കുന്നു എന്നതിനാൽ പൂർവ്വപുണ്യവും സുഹൃതവും
ഗുരുത്വവും വ്യാഴം 5-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. തൽഫലമായി ഏത് പ്രവൃത്തികളും ലക്ഷ്യത്തിലും വിജയത്തിലും ഈ കൂറുകാർ എത്തിക്കും. ഉപാസനാമൂർത്തികളെ ആരാധിക്കുന്നവർക്ക് വ്യാഴം 5-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ക്ഷിപ്രവേഗത്തിൽ അഭീഷ്ടസിദ്ധി കൈവരിക്കുന്നതാണ്. പൊതുവെ ധാർമ്മിക ചിന്തകൾ, ദാനചിന്തകൾ, സത്പ്രവർത്തികൾ, ഈശ്വരഭക്തി എന്നിവയെല്ലാം ഇക്കാലത്ത് മുന്നിട്ട് നിൽക്കും. കൂടാതെ 5-ാം ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഭാഗ്യത്തിൻ്റെ കടാക്ഷവും ഈശ്വര കടാക്ഷവും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ കുംഭക്കൂറുകാർക്ക് നിലവിലുള്ള ഏറെ പ്രതികൂലവും ദോഷകരവുമായ സാഹചര്യങ്ങളെ അപേക്ഷിച്ച് വരുന്ന വിഷുവർഷം വളരെ ആശ്വാസവും വ്യാഴം നൽകുന്ന ഈശ്വരാനുഗ്രഹവും അതേ തുടർന്നുള്ള നേട്ടങ്ങൾ, സൗഭാഗ്യം എന്നിവയും അനുഭവത്തിൽ വരുന്ന ഒരു വർഷമാകും എന്ന് തെളിയുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.